ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 4ാം ക്വാർട്ടറിലെ 10ാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വഴിയും സത്യവും ജീവനും എന്ന തലക്കെട്ടോടുകൂടിയ ഈ പാഠപഠനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ പാഠത്തിൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 13ാം അധ്യായം, പിന്നെ 14ാം അധ്യായം, പിന്നെ യോഹന്നാന്റെ സുവിശേഷം 1ാം അധ്യായം ഒന്നും കൂടി റെഫർ ചെയ്യുന്നുണ്ട്. 5ാം അധ്യായത്തിൽ നമ്മൾ പരാമർശിക്കുന്നുണ്ട്. ഈ പാഠത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ പാഠത്തിന്റെ മനപ്പാഠവാക്യം എന്ന് പറയുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ 1:18. ഓക്കെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല ഒരു അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലിരുന്ന് അങ്ങയുടെ വചനങ്ങളെ പഠിക്കുവാൻ നൽകിയിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് അങ്ങയെ സ്തുതിക്കുന്നു. നാഥ ദൈവമേ, അടിയങ്ങൾ ഇന്ന് വചനത്തിൽ നിന്നും ചർച്ച ചെയ്യുമ്പോൾ അവിടുത്തെ ആത്മാവ് അടിയങ്ങളോട് കൂടെ ഇരിക്കണം. കേൾവിക്കാരുടെ ഹൃദയങ്ങളെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഇന്ന് അടിയങ്ങൾ ഈ അങ്ങയുടെ വചനത്തിലെ വചനങ്ങളുടെ ആഴമേറിയ അർത്ഥം ഗ്രഹിക്കുമ്പോൾ അത് ഗ്രഹിക്കുക മാത്രമല്ല, അത് ഞങ്ങളുടെ ജീവിതത്തിലും കാണപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ പൊന്നുനാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയുടെ കേൾക്കണം, സ്വർഗീയ പിതാവേ. യോഹന്നാന്റെ സുവിശേഷമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. മടിയിലിരിക്കുന്ന എന്ന് പറയുമ്പോൾ അവരുടെ ക്ലോസ്നെസ് ആണ് കാണിക്കുന്നത്. അവരുടെ എത്രമാത്രം അടുപ്പം അവർ തമ്മിലുണ്ടായിരുന്നു, ബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ പുസ്തകം പ്രധാനമായിട്ട് 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം, അത് 1ാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ആമുഖം. അത് നമുക്ക് 1ാം അധ്യായം 1 തുടങ്ങി 18 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണാം. പിന്നത്തെ 1:19 തുടങ്ങി 12ാം അധ്യായം 50 വരെയുള്ള വാക്യങ്ങളിലും അടയാളങ്ങളുടെ പുസ്തകം എന്ന് പറയുന്നത്, യേശു ചെയ്ത അടയാളങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് പഠിച്ചായിരുന്നു. കാനായിലെ വിവാഹ ചടങ്ങിൽ നടന്ന അത്ഭുതം, വെള്ളം വീഞ്ഞാക്കി, അതാണ് 1ാമത്തെ അടയാളമായി ചെയ്തത്. അതേപോലെ ഓരോരോ അടയാളങ്ങളും ദൈവം, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത് യേശു ചെയ്തതാണ് ഈ 12ാമത്തെ അധ്യായം വരെ പരാമർശിച്ചിരിക്കുന്നത്. പിന്നെ 13 കിടക്കുമ്പോൾ അത് മഹത്വത്തിന്റെ പുസ്തകം. അതാണ് ദൈവത്തിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം. യേശു എന്നെ മഹത്വീകരിക്കണമേ എന്ന് ദൈവത്തോട് യാചിക്കുന്നതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഏറ്റവും അവസാനത്തെ ഭാഗം ഉപസംഹാരം, അതിൻ്റെ ഏറ്റവും സമാപ്തിയായിട്ടുള്ളത്, അതാണ് 21ാം അധ്യായം 1 തുടങ്ങി 25 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെ 4 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതില് ഞാനാകുന്നവൻ എന്ന് പറയുന്ന ആ ഒരു ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൽ പറയുന്നത്. അത് എല്ലാം തന്നെ കാണുന്നത് ഈ ആദ്യത്തെ മഹത്വത്തിന്റെ പുസ്തകത്തിനും അടയാളങ്ങളുടെ പുസ്തകത്തിനും ഇടയിൽ ഒരു പാലം പോലെയാണ് ഈ ഞാനാകുന്നവൻ എന്ന് യേശു പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിലാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ അടയാളങ്ങളുടെ പുസ്തകം എവിടെയാണ് തീരുന്നത്? 12ാമത്തെ അധ്യായം 50ാമത്തെ വാക്യത്തിലാണ് ആ പുസ്തകം അവസാനിക്കുന്നത്, അല്ലെങ്കിൽ ആ ഭാഗം അവസാനിക്കുന്നത്. പിന്നെ തുടങ്ങുന്നത് 13ാമത്തെ ഇതിലാണ് മഹത്വത്തിന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ ആ ഭാഗം തുടങ്ങുന്നത്. അപ്പൊ യേശുവിന്റെ ആ മഹത്വം കാണിക്കുന്നതിന്, ആ പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ടാണ് ഈ ഞാനാകുന്നു, ഞാൻ നല്ല ഇടയനാവുന്നു, ഞാൻ ജീവന്റെ അപ്പമാവുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാവുന്നു, അങ്ങനെ പലതും യേശു പറഞ്ഞത് ഈ രണ്ടിനെയും ബന്ധിപ്പിക്കുന്നതായിട്ടാണ്. യേശുവിന്റെ മഹത്വം എന്താണെന്നൊക്കെ കാണിക്കുന്നതാണ് ഈ പുസ്തകങ്ങളിലെല്ലാം ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പഠിക്കാനുള്ള ആദ്യത്തെ പാഠത്തിലേക്ക് വരുമ്പോൾ, ഞാൻ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ഒരു ദൃഷ്ടാന്തം, അത് ദൃഷ്ടാന്തം എന്നുള്ള വാക്ക് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഒരു മാതൃക ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇതില്
അത് പ്രത്യേകിച്ച് അത് പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം, 14-ാം അധ്യായം, 15-ാം അധ്യായം, 16-ാം അധ്യായം, 17-ാം അധ്യായം, അങ്ങനെ അത്രയും 5 അധ്യായങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വിടവാങ്ങൽ പ്രസംഗം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വിടവാങ്ങൽ സമയത്തുണ്ടായിരുന്ന യേശുവിൻ്റെ പ്രത്യേക ഉപദേശങ്ങൾ, അതാണ് ആ ഭാഗങ്ങളിലെല്ലാം അടങ്ങിയിരിക്കുന്നത്. അത് നമ്മൾ നോക്കുമ്പോൾ മോശയുടെ വിടവാങ്ങൽ പ്രസംഗത്തിനും അതേപോലെ യാക്കോബ് മരണത്തിനും മക്കളെ അനുഗ്രഹിക്കുന്നതിനോടൊക്കെ ഒരു സമാനത നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ പ്രത്യേകിച്ച് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 13-ന്റെ നമ്മൾ വായിക്കേണ്ടത് 13-ന്റെ 1 തുടങ്ങി വായിക്കേണ്ട, 4 തുടങ്ങി 4 തുടങ്ങി വായിക്കാൻ ഞാൻ പറയാം. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അവൻ ശിമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട്, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്നുത്തരം പറഞ്ഞു. നീ ഒരു നാളും എൻ്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശിമോൻ പത്രോസ്, കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ. നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു, എല്ലാവരും അല്ലതാനും എന്ന് പറഞ്ഞു. തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കെ കൊണ്ടത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെയാകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. ഇത് നിങ്ങൾ അറിയുന്നു എങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. ഓക്കെ, ഇതാണ് ഒരു ദൃഷ്ടാന്തം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, ഞാൻ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് നമ്മളിപ്പോൾ വായിച്ച ഭാഗം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണിത്. ഇവിടെ പുസ്തകത്തിലും പറയുന്നുണ്ട്, യേശുവിൻ്റെ കാലത്ത് ലോകത്തിൻ്റെ ആ ഭാഗത്ത് ഉള്ളവരെ കൂടുതൽ പേരും ചെരുപ്പ് ധരിച്ചോ അല്ലെ ധരിക്കാതെ നടക്കുന്നവരും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അവർക്ക് എല്ലാവരുടെയും കാലുകൾ എപ്പോഴും ഈ പൊടിയും അഴുക്കും എല്ലാം നിറഞ്ഞ് ഇരിക്കുകയായിരിക്കും. അപ്പൊ ഭക്ഷണത്തിന് കൂടി വരുന്നവരുടെ കാല് സാധാരണ ഒരു ദാസൻ കഴുകാറുണ്ട്, ഒരു സെർവൻ്റ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു വേലക്കാരൻ എല്ലാവരുടെയും കാലുകളൊക്കെ കഴുകി കൊടുക്കുക, എന്നിട്ടാണ് അവർ ഭക്ഷണത്തിന്, അത് അവരുടെ ഒരു ചടങ്ങായിരുന്നു. അത് എനിക്ക് തോന്നുന്നു അവിടെ മാത്രമല്ല, എനിക്ക് ഒരു അനുഭവമുള്ള ജാർഖണ്ഡില് ഞങ്ങൾ ഒരിക്കൽ ഇങ്ങനെ ഒരു ഭവനത്തിൽ പോയി. അപ്പം അവിടെ പോകേണ്ട ഒരു ആവശ്യത്തിനായിട്ട് പോയതാണ്. അപ്പം ആ ഭവനത്തിലുള്ളവർ തന്നെ, അവിടെയുള്ള പെൺകുട്ടികൾ വന്ന് ഞങ്ങളൊരു അതിഥികളായിട്ട് പോയത്, ഞങ്ങളുടെ എല്ലാവരുടെയും കാലുകളൊക്കെ കഴുകി. അപ്പോൾ അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ആദ്യമായിട്ടാണ് അങ്ങനെ ഞങ്ങൾ കാണുന്നത്. അത് ആ നാട്ടിലുള്ള ഒരു ഇതാണെന്നാണ് പറയുന്നത്, അത് അവിടുത്തെ ഒരു ചടങ്ങാണെന്നാണ് പറയുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും അതുപോലെ ഉണ്ടാകാം. അപ്പൊ ഇവിടെ അന്ന് അത്താഴത്തിന് അവര് ഇരുന്നപ്പോൾ ആ സ്ഥലത്ത് അവർക്കൊരു ദാസനില്ലായിരുന്നു കാലുകൾ കഴുകാൻ. അപ്പോൾ ശിഷ്യന്മാര് പലരും ചോദിച്ചിരിക്കും, ആര് കഴുകും എന്നുള്ള സംശയവും അതിനുള്ള ഒരു മനസ്സൊന്നും അവർക്ക് അത്ര വന്നിട്ടില്ല. യേശുവിനോട് കൂടെ നടന്നിട്ടും അത് ചെയ്തതിൽ അത് കുറച്ചിലല്ല എന്ന് തോന്നാനുള്ള ഒരു മാനസികമായിട്ടുള്ള വളർച്ച അവർക്ക് വന്നിട്ടില്ലായിരിക്കാം. അപ്പോൾ യേശു തന്നെ മുൻകൈ എടുത്ത് അത് ചെയ്യണം, എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് യേശു തന്നെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് അവരെല്ലാവരുടെയും കാലുകൾ കഴുകി.
അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. 13:4 നമ്മൾ വായിച്ചത് എങ്ങനെ? അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി, പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അത് എത്ര വലിയ എക്സാമ്പിൾ ആണത് നമുക്ക് തരുന്നത്, എത്ര വലിയ ഒരു മാതൃകയാണ് യേശു നമുക്ക് കാണിച്ചു തന്നത് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. കാരണം ഇത് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു എളിമയാണ് അവിടെ കാണുന്നത്, അല്ലെങ്കിൽ ഒരു താഴ്മയാണ് നമ്മൾ കാണുന്നത്. യേശുവിൻ്റെ ലൈഫ് തന്നെ കംപ്ലീറ്റ് നമ്മൾ നോക്കിയാലും ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ദൈവത്തോട് സമനായിരിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഏറ്റവും അവസാനം ഏറ്റവും നിന്ദ്യമായ കുരിശുമരണം ഏറ്റെടുക്കാൻ പോലും യേശു നമുക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറായിരുന്നു. ഇവിടെ പത്രോസ് മാത്രമേ സംസാരിക്കാനായിട്ട് മുതിർന്നുള്ളൂ. ഇത് കണ്ടപ്പോൾ പത്രോസ് എന്താ പറഞ്ഞത് നമ്മൾ വായിച്ചത്? അവൻ ശിമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട്, കർത്താവേ, നീ എന്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്നുത്തരം പറഞ്ഞു. നീ ഒരു നാളും എന്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് പത്രോസ് പറഞ്ഞത്. പത്രോസ് സമ്മതിച്ചില്ല എന്റെ കാൽ നീ എന്റെ കാല് കഴുകരുത് എന്നാണ് പത്രോസ് പറഞ്ഞത്. അപ്പൊ അത് അവർക്ക് യേശുവിന്റെ നടപടിയെ ഗ്രഹിക്കാനാകാതെയാണ് ശിഷ്യന്മാരെങ്ങനെ പറഞ്ഞത്, പ്രത്യേകിച്ച് പത്രോസ്. അപ്പൊ യേശു അതിന് ഉത്തരം പറഞ്ഞു. എന്താണ്? ഞാൻ നിന്നെ കഴുകാതിരുന്നാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്നുത്തരം പറഞ്ഞു. നിനക്ക് എന്നോടുകൂടെ പങ്കില്ല, അല്ലെങ്കിൽ ഇനി നീ എൻ്റെ സ്നേഹിതനെന്ന് അറിയപ്പെടില്ല, ഞാനുമായിട്ട് നിനക്കൊരു കൂട്ടില്ല എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞത്. അത് പത്രോസിന് സഹിച്ചേയില്ല. അപ്പോഴാണ് പത്രോസ് എന്താ പറയുന്നത്? അപ്പോൾ ശിമോൻ പത്രോസ്, കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുവുമായി എല്ലായ്പ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആഗ്രഹമാണ് പത്രോസ് അവിടെ പറഞ്ഞത്. അയ്യോ, നീയായിട്ട് എനിക്ക് ബന്ധമില്ല എന്ന് പറയരുത്, എന്നാൽ നീ എൻ്റെ മുഴുവനും കഴിയിക്കും എന്ന് വെച്ചാൽ എനിക്ക് അത്രമാത്രം ദൈവമായിട്ട് അല്ലെങ്കിൽ യേശുവുമായിട്ട് അടുത്തിരിക്കണം എന്നാണ് പത്രോസ് ആഗ്രഹിച്ചത്. പിന്നീട് കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് യേശു ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നും ഞാൻ ചെയ്തത് എന്താണെന്നും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. 13. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഓക്കെ, അപ്പോ ഈ പാഠത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് ശരിക്കും ഗുരുവും കർത്താവും എന്ന് പറയുമ്പോൾ അത് യേശുവിൻ്റെ ഒരു അധികാരത്തെയും യേശുവിൻ്റെ ശക്തിയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ അത്രയും അധികാരമുള്ള, അല്ലെങ്കിൽ അവര് കർത്താവേ അല്ലെ ഗുരുവേ എന്ന് വിളിക്കുന്ന അത്രയും പദവിയുള്ള ഒരാളാണ് അവരുടെ കാലുകൾ കഴുകിയത്. അപ്പൊ അതിൽ നിന്നും യേശു പറയുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന മാതൃക എന്ന് പറയുന്നത് ഒരു അധികാരം നമുക്ക് കിട്ടുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരെ സേവിക്കാനായിട്ടായിരിക്കണം ആ അധികാരം ഉപയോഗിക്കേണ്ടത്. അതാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റാത്തൊരു മാതൃക എന്ന് പറയുന്നത്. അത് വളരെ പ്രയാസമുള്ള ഒരു മാതൃകയാണ്. ഇവിടെ ഈ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്ന യേശുവിൻ്റെ ദൃഷ്ടാന്തത്തിന്റെ ഈ ആദർശമാണ് അഡ്വന്റിസ്റ്റ് സഭ സ്വീകരിച്ചിരിക്കുന്നത്. വിനയത്തിന്റെ ശുശ്രൂഷ എന്നാണ് അത് ശരിക്കും വിളിക്കപ്പെടുന്നത്. കർത്തൃമേശക്കായുള്ള ഒരുക്കമാണത്. കർത്തൃമേശയുടെ സമയത്ത് നമ്മളത് ചെയ്യുന്നുണ്ട് എങ്കിലും ശരിക്കും ഈ താഴ്മ എല്ലാവരിലും ഉണ്ടോ? യേശു അവരുടെ എല്ലാം ലീഡറായിരുന്നു, ഗുരുവായിരുന്നു, കർത്താവായിരുന്നു. അതാ ചോദ്യം ഇവിടെയുണ്ട്. താഴ്മയുടെ ഈ ശുശ്രൂഷ യേശുവിൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുന്നതിനെ, വിനയത്തോടെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനെ സംബന്ധിച്ച് എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മൾ ആ അവസരത്തിൽ അത് ചെയ്യുന്നുണ്ട്, പരസ്പരം കാല് കഴുകുന്നുണ്ട്, പക്ഷെ അല്ലാതെ ജീവിതത്തിൽ ഉണ്ടോ എന്നാണ് എല്ലാവരും ചിന്തിക്കേണ്ടത്. അതാണ് എല്ലാവരും, പ്രത്യേകിച്ച് ഒരു പദവിയിലേക്ക് വരുമ്പോൾ ദൈവം നമ്മളൊരു സ്ഥാനത്താക്കുന്നത് അതിന് കീഴെയുള്ളവരെ നമ്മൾ സേവിക്കാനായിട്ടാണ് ദൈവം ആക്കുന്നത്. ഒരിക്കലും ആ സ്ഥാനത്തെ കുറിച്ച് നമ്മൾ അഹങ്കരിക്കരുത്. അത് ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. യേശുവിൻ്റെ മാതൃക അഹങ്കാരം എന്ന് പറയുന്നത് പിശാചിന്റെ സ്വഭാവമാണ് അഹങ്കാരം.
യേശുവിൽ നമ്മൾ ഒരു തരി പോലും അഹങ്കാരം കാണത്തില്ല. താഴ്മയുള്ള ഏത് കാര്യത്തിലും താഴ്മയുള്ളവനായിരുന്നു യേശു. സൗമ്യതയും താഴ്മയും ഉള്ളവനായിരുന്നു യേശു. അതാണ് ലീഡേഴ്സിനോടും ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ലീഡറാകുമ്പോൾ ഞാൻ എന്തൊക്കെ വലിയ ആളാണെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ആയപ്പോൾ എനിക്ക് ദൈവം കുറെ കൂടി ചുമതലകൾ തന്നു എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അല്ലാതെ ഞാൻ മറ്റുള്ളവരെക്കാൾ വലിയ ആളാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അവരെക്കാളും കുറച്ചുകൂടി തിരക്കുണ്ട്, കുറച്ചുകൂടി കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അതിനുള്ള ശക്തിയും ദൈവം തരാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്. നമ്മൾ മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഓരോ സ്ഥാനത്തേക്ക് ആക്കുന്നത്. അതാണ് ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിക്കാനുള്ളത്. അടുത്ത ഭാഗം നമ്മൾ യോഹന്നാൻ 14 അധ്യായമാണ്. ഞാൻ നിശ്ചയമായും വീണ്ടും വരും എന്ന് യേശു പറയുന്നത്. 14 അധ്യായം 1 തുടങ്ങി 3 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഓക്കെ, ഇത് എല്ലാം ഒത്തിരി പേർക്കും കാണാതെ അറിയാവുന്ന ഒരു വേദഭാഗമാണിത്. യേശു ശരിക്കും അത് യേശുവിന് അതിൻ്റെ ഒരു വിടവാങ്ങൽ പോലെ നമുക്ക് തോന്നും. അത് തന്നെയാണത്. അപ്പോൾ ഇത് പറയാൻ കാരണം 14 അധ്യായം തുടങ്ങുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. കാരണം 13 അധ്യായം 33 വാക്യം എന്ന് വെച്ചാൽ 13:33, കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി കുറഞ്ഞോന്ന് മാത്രം നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോടും പറയുന്നു. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. 36. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിപ്പാൻ കഴിയുകയില്ല. പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും എന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് ആണ് ശിഷ്യന്മാര് ശരിക്കും അവരുടെ മനസ്സിൽ ഭയങ്കര വ്യാകുലതകളും ഉത്കണ്ഠകളും ഉണ്ടായി. കാരണം എവിടെ യേശു ഞങ്ങളെല്ലാം വിട്ടു പോകുമെന്ന് പറയാൻ അതവർക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത്രമാത്രം അവരുടെ ഹൃദയത്തിൽ വിഷമമുണ്ട്. അതുകൊണ്ടാണ് 14 അധ്യായം തുടങ്ങുമ്പോൾ തന്നെ യേശു ഒരു പ്രോമിസ് അവർക്ക് കൊടുക്കുകയാണ്. എന്താണ്? നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. എന്ത് കാര്യം ചെയ്യണം? 2 കാര്യം ചെയ്യണം. ഒന്ന്, ദൈവത്തിൽ വിശ്വസിക്കണം, പിന്നെ യേശുവിലും വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അതാണ് യേശു. അങ്ങനെ ഉണ്ടെങ്കിൽ വിശ്വാസം എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഴമേറിയതാണ്. അത് എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ ആ ബന്ധത്തിൽ എപ്പോഴും ആയിരുന്നാല് പിന്നെ നമുക്ക് വിഷമം ഉണ്ടാകത്തില്ല. അപ്പൊ ഇവിടെ യേശു പറയുന്നത്, ഞാൻ പോകുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. പക്ഷെ അതിനു മുമ്പ് പറഞ്ഞ എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അപ്പോ പിന്നെ വാസസ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സ്ഥലം ഒരുക്കുവാൻ പോകുന്നത്? അത് നമുക്ക് പലപ്പോഴും സംശയം തോന്നും. കാരണം യേശു ആദ്യം പറയുന്നത് എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, പിന്നെ എന്തിനാ ഞാൻ സ്ഥലം ഒരുക്കാൻ പോകുന്നത് എന്ന് നമുക്ക് സംശയം തോന്നാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ നമ്മളെ ആ സ്ഥലം ഒരുക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഓൾറെഡി വാസസ്ഥലങ്ങളുണ്ട്. പക്ഷെ യേശു സ്വർഗത്തിലേക്ക് പോയത് മഹാപുരോഹിതനായിട്ട് അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നമ്മളെ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ആലയങ്ങളാക്കി നമ്മളെ മാറ്റുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ മന്ദിരങ്ങളാക്കി നമ്മളെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മളെയാണ് ഇവിടെ ഒരുക്കുന്നത്. യേശു തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നുകൊണ്ട് നമ്മളെ വിശുദ്ധ മന്ദിരങ്ങളായി പണിത് ദൈവത്തിന് വസിക്കാൻ പറ്റിയ ആലയങ്ങളായി മാറ്റുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് യേശു നമ്മളെ സ്വീകരിക്കാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ നമുക്ക് അവിടുത്തെ സ്ഥലത്ത് താമസിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അവിടെ സ്ഥലം ഒരുക്കുകയല്ല ചെയ്യുന്നത്. സ്ഥലം ഓൾറെഡി ഉണ്ട്, പക്ഷെ നമ്മളെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. അവിടത്തേക്ക് യോഗ്യമായ രീതിയിൽ നമ്മളെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളാരും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം 3-ാമത്തെ വാക്യം എന്താ പറഞ്ഞേ?
ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പൊ ഇത് ഇതിലൊരു ഭയങ്കര ആത്മവിശ്വാസത്തോടെയാണ് യേശു പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എന്നുവെച്ചാൽ നിങ്ങളെ അതിന് യോഗ്യരായിട്ട് മാറ്റി കഴിയുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെയും കൊണ്ടുപോകും എന്നാണ്. അതൊരു ഉറച്ച ഒരു തീരുമാനമായിട്ടാണ് ഇവിടെ പറയുന്നത്. ഉറച്ച വിശ്വാസമാണ് അടിസ്ഥാനം. നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവിൽ നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം കേവലം ബൈബിൾ പ്രവചനം മാത്രമല്ല, അതുകൂടാതെ അതിൽ നിശ്ചയമായ വാഗ്ദാനം നൽകിയ മനുഷ്യനിലെ നമ്മുടെ ഉറച്ച വിശ്വാസമാണ് അടിസ്ഥാനം. അതാണ് യേശു പറഞ്ഞത്, ഹൃദയം കലങ്ങിപ്പോര ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഞാൻ വാക്ക് പറഞ്ഞവൻ വാക്ക് നിവർത്തിക്കും. അത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. യേശു വരും എന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്ന് നമ്മളെ ചേർത്തുകൊള്ളും. അത് ഉറപ്പായിട്ട് നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ അതിൻ്റെ ആ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസമാണ്, അവരിലുള്ള വിശ്വാസം, പിതാവായ ദൈവത്തിലും യേശുവിലും ഉള്ള വിശ്വാസം. തൻ്റെ ജനത്തിന് വേണ്ടി താൻ വീണ്ടും വരുമെന്ന് ആരാണ് അത് നൽകിയത് എന്നതിനാൽ ആ വാഗ്ദാനത്തിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാം. അപ്പൊ ഈ വാഗ്ദാനം ആരാ തന്നെ? യേശുവാണ് തന്നെ. അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം അത് നടക്കും എന്ന്. അപ്പോൾ ഇവിടെ യേശുവിന്റെ രണ്ടാം വരവിന് കുരിശ് എന്ത് ഉറപ്പാണ് നൽകുന്നത്? രണ്ടാം വരവ് ഉണ്ടായില്ലെങ്കിൽ യേശുവിന്റെ ആദ്യ വരവും ക്രൂശുമരണവും കൊണ്ട് നമുക്ക് എന്ത് നന്മയാണുള്ളത്? ഒരു നന്മയുമില്ല, അല്ലെ? രണ്ടാം വരവിലാണ് ഇപ്പോൾ യേശു ആദ്യം വരവിൽ വന്നതിൻ്റെ, യേശു ഇവിടെ ജീവിച്ചതിൻ്റെയും മരിച്ചതിൻ്റെയും ഉയർത്തതിൻ്റെയൊക്കെ ഫലം കാണുന്നത് രണ്ടാം വരവിലാണ്. അത് ഫലവത്തായോ, തൻ്റെ സുവിശേഷ വേല ഫലവത്തായോ എന്ന് കാണുന്ന രണ്ടാം വരവിലാണ്. ചൊവ്വാഴ്ച ഭാഗത്തേക്ക് പോകുമ്പോൾ ഞാൻ വഴിയും സത്യവും ജീവനും ആകുന്നു. അത് നമ്മൾ 14-ാം അധ്യായം 5-ഉം 6-ഉം വായിക്കാം. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഓക്കെ. അപ്പൊ ഇവിടെ തോമസിനാണ് ആ സംശയം. അത് ന്യായമായിട്ടുള്ള ഒരു സംശയമായിരുന്നു, അല്ലേ? നീ എവിടെ പോകുന്നു എന്നറിയാതെ എങ്ങനെയാണ്? ആർക്കും അത് അത്ര എളുപ്പം പോകാൻ പറ്റത്തില്ല. അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, എവിടേക്കാണെന്നറിയാതെ അബ്രഹാം ദൈവം പറഞ്ഞത് കേട്ട് പോയി. സാധാരണ എല്ലാവരും അങ്ങനെ പോകാൻ വിളിക്കുമ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കും. അത് ന്യായമായിട്ടുള്ള ചോദ്യമാണ്. അതാണ് തോമസും ചോദിക്കുന്നത്. അപ്പോഴും പത്രോസ് യേശു പറയാണ്, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അത് അത്രയും കോൺഫിഡൻസോടുകൂടിയാണ് യേശു പറയുന്നത്. കാരണം പിതാവാണ് യേശുവിനെ അയച്ചത്. അതെന്തിനാ അയച്ചത്? നമ്മളെല്ലാവരെയും പിതാവിനോട് ഒത്തുചേർക്കാൻ വേണ്ടിയിട്ടാണ് അത് അയച്ചത്. അപ്പൊ അത് യേശുവിലൂടെ മാത്രമേ നടക്കുള്ളൂ എന്ന് യേശുവിനറിയാം. അതുകൊണ്ടാണ് അത് ഉറപ്പായിട്ട് പറഞ്ഞത്, വഴിയും സത്യവും ജീവനും ഞാൻ തന്നെയാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിനെ കാണാൻ കഴിയില്ല. കാരണം പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധം നമ്മൾ ആമുഖം എന്ന് പറയുന്ന ഭാഗത്ത് പഠിച്ചായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-18 വരെ. അപ്പൊ അതിൽ പറയുന്നുണ്ട് 18-ാമത്തെ വാക്യം. അതിൽ 18-ാമത്തെ വാക്യം 1:18 ഇങ്ങനെ വായിക്കുന്നു. 1:18, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ ആരും ഒരു നാൾ, നമ്മുടെ മനഃപ്പാഠമാക്കിയതാണ്. അതാണ് അത്ര ബന്ധത്തിലിരുന്ന ആളാണ് പിതാവുമായിട്ട്. മടിയിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു, മേലിൽ നിന്നുള്ളവൻ കീഴിൽ നിന്നുള്ളവർ എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ യേശു എന്ന് പറയുന്നത് മേലിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് വന്നവന്. ദൈവം ആരാണെന്നറിയുന്ന യേശു അല്ലാതെ വേറൊരാളും ഈ ഭൂമിയിലില്ല, ഈ ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിലില്ല. അത്രമാത്രം ക്ലോസ് ആയിട്ടിരുന്നവരായി. എന്താണ് ഈ ദൈവത്തിന്റെ ഉള്ളിൽ എന്താണ്, മനസ്സെന്താണെന്നെല്ലാം അറിയാവുന്ന ആളായിരുന്നു യേശു. അതുകൊണ്ടാണ് ഇത്രയും ആത്മവിശ്വാസത്തോടുകൂടി യേശു പറയുന്നത്. ഇനി 14-ന്റെ അപ്പോൾ ഈ യേശു തന്നെയാണ് പിതാവിങ്കിലേക്കുള്ള വഴി.
വേറൊരു പാതയില്ല. ആ യേശുവിനെ കൂടാതെ നാം അറിവിൽ പരിമിതരാണ്. പിതാവിനെ കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല. യേശു വെളിപ്പെടുത്തി തന്നതല്ലാതെ നമുക്ക് മറ്റൊന്നും അറിയാൻ കഴിയില്ല. അപ്പൊ യേശുവാണ് അതിലേക്കുള്ള വഴി. അതുകൊണ്ട് ആ വഴിയെ തന്നെ ആയിരിക്കണം നമ്മൾ പോകേണ്ടത്. യോഹന്നാൻ 14:7-11 വരെ വായിക്കാം. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഓക്കെ. അപ്പോൾ തോമസിന്റെ ആ സംശയത്തെ വീണ്ടും യേശു ശരിയാക്കി കൊടുക്കുകയാണ്, അത് ക്ലിയർ ആക്കി കൊടുക്കുകയാണ് സംശയത്തെ. എന്തിനാണ് പിതാവിനെ കാണണമെന്ന് പറയുന്നത്? ഞാൻ ഇത്ര നാള് നിങ്ങളോട് കൂടെ വസിച്ചിട്ടും. കാരണം നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്, യേശുവിൻ്റെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറഞ്ഞാൽ തന്നെ ദൈവത്തിന്റെ തേജസ് എന്താണെന്ന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്ന് മനുഷ്യരോട് അറിയിക്കാനായിട്ടാണ്. അതാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ ദൗത്യം. കാരണം ദൈവ സ്വഭാവത്തെയാണ് പിശാച് വികലമാക്കി കളഞ്ഞതും. ഈ ലോകത്തിലുള്ള എല്ലാ നിരീശ്വരവാദികളും എല്ലാം തെറ്റായി ദൈവത്തെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നതും. അത് അങ്ങനെയല്ല എന്ന് വെളിപ്പെടുത്താനായിട്ടാണ് യേശു വന്നത്. അപ്പോൾ അതുകൊണ്ട് യേശു പറയുന്നതെല്ലാം പിതാവ് എങ്ങനെയാണോ അതെല്ലാം യേശുവിലും കാണുന്നവർ പിതാവിനെ കാണും. ഇതേ സ്വഭാവം തന്നെ, ഇതേ നേച്ചർ തന്നെയായിരുന്നു പിതാവിനും. നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം, അതായിരുന്നു അവരുടെ രണ്ടുപേരുടെ സ്വഭാവം. ഒരാളെയും വേർതിരിച്ച് കാണാതെ എല്ലാവരെയും സ്വാർത്ഥതയില്ലാതെ സ്നേഹിക്കാൻ പറ്റുന്ന സ്വഭാവമായിരുന്നു അവരുടേത്. അത് യേശുവിലൂടെ അവർക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ വഴി, സത്യം, ജീവൻ എന്ന ആ 3 കാര്യങ്ങളിൽ വഴി എന്ന് പറയുന്നത് യോഹന്നാനെ കുറിച്ച് പറയുന്നുണ്ട്. സ്നാപകയോഹന്നാൻ വന്നത് യേശുവിന് വഴിയൊരുക്കാനായിട്ടാണ് വന്നത്. അപ്പൊ ആ ഒരു പദം തന്നെ അവിടെ 2 സ്ഥലത്തും ഉപയോഗിക്കുന്നത്. പക്ഷെ ഇനി അടുത്ത 2 പാഠത്തിൽ നമ്മൾ സത്യവും ജീവൻ എന്നുള്ളതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കും. ഞാൻ സത്യം ആകുന്നു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. 1-ാം അധ്യായം 14-ഉം 17-ഉം നമുക്ക് വായിക്കാം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. 17. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. ഓക്കെ. അപ്പോൾ ഈ 2 വാക്യത്തിലൂടെ വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ വസിച്ചു, കൃപയും സത്യവും നിറഞ്ഞവനായി തീർന്നു, നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാണ് നമ്മൾ വായിച്ചത്. കൃപയും സത്യവും നിറഞ്ഞവനായിട്ടാണ് യേശു വന്നത്. സത്യം നിറഞ്ഞവൻ. യേശുവില് വേറെ ഒന്നും, സത്യമല്ലാതെ വേറൊന്നും ഇല്ലായിരുന്നു, ഒരു കള്ളവും ഇല്ലായിരുന്നു. അതേപോലെ 17-ാം അധ്യായത്തിൽ നമ്മൾ ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു. മോശയ്ക്ക് ന്യായപ്രമാണം കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ കൃപയും സത്യവും അത് യേശു ക്രിസ്തു, അത് പിതാവിൽ നിന്നുള്ളതാണ്. അത് യേശുവിന് മാത്രമേ അത് കൊടുക്കാനായിട്ട്, ഈ ലോകത്തിൽ അത് തരുവാനായിട്ട് കഴിയുള്ളൂ. നമ്മള് തീത്തോസ് 1-ന്റെ 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. തന്റെ വചനം വെളിപ്പെടുത്തിയ ഫോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിനും മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി. ഓക്കെ. ഫോഷ്കില്ലാത്ത ദൈവം എന്നാണ് ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തീത്തോസിന്റെ ലേഖനത്തില്. ഫോഷ്ക്ക് എന്ന് പറയുന്ന ദൈവം വാ തുറന്ന് എന്ത് പറഞ്ഞാലും അത് സത്യം മാത്രമായിരിക്കുള്ളൂ. കള്ളെന്ന് പറയുന്നത് വരത്തില്ല. ദൈവത്തിന്റെ നാവിൽ നിന്ന് വരുന്നതെല്ലാം ഉള്ളതായിരിക്കും. ഇല്ലാത്തതൊന്നും പറയാനായിട്ട് ദൈവത്തിന് പറ്റത്തില്ല. അത് ദൈവത്തിന്റെ ക്യാരക്ടറാണ്. ഫോഷ്കില്ലാത്ത ദൈവം എന്നാണ് ദൈവത്തെ കുറിച്ച്. അപ്പോൾ സത്യം മാത്രം നിറഞ്ഞതായിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അത് നമുക്ക് എലൻ ജി വൈറ്റിന്റെ ഈ ഒരു കൊട്ടേഷൻ ഉണ്ട്, ക്രൈസ്റ്റ് ഒബ്ജക്റ്റ് ലെസൺസ്. അതിന്റെ മലയാളം പരിഭാഷ ഇങ്ങനെയാണ്, ക്രിസ്തുവിന്റെ ഉപമകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ ഒരു കൊട്ടേഷൻ എഴുതിയിരിക്കുന്നത്. ജീവിക്കുന്ന ദൈവത്തിനായി, ദിവ്യ സാന്നിധ്യത്തിനായി ആഗ്രഹിച്ച് നിലവിളിക്കുന്ന ധാരാളം ആളുകളുണ്ട്.
താത്വിക പ്രമാണങ്ങളോ സാഹിത്യ രചനകളോ അവ എത്ര തിളക്കം ഉള്ളതായാലും ഹൃദയങ്ങളെ തൃപ്തിപ്പെടുത്താൻ പര്യാപ്തമല്ല. മാനുഷിക തീർപ്പുകളും കണ്ടെത്തലുകളും വിലയില്ലാത്തവയാണ്. ദൈവവചനം തന്നെ മനുഷ്യരോട് സംസാരിക്കട്ടെ. പാരമ്പര്യങ്ങളും മാനുഷിക തത്വങ്ങളും പഴഞ്ചൊല്ലുകളും മാത്രം കേട്ടിട്ടുള്ളവർ ആത്മാവിനെ നിത്യജീവനിലേക്ക് പുതുക്കുവാൻ കഴിയുന്നവന്റെ ശബ്ദം കേൾക്കട്ടെ. ഓക്കെ, അപ്പൊ തൻ്റെ ഉപമകളെ കുറിച്ചെല്ലാം പറയുന്നതാണ് മിസ്സസ് വൈറ്റ് യേശുവിൻ്റെ. അപ്പൊ യേശുവിൻ്റെ വാക്കുകൾ എപ്പോഴും സത്യമായിട്ടുള്ളതായിരിക്കും. കാരണം അത് പിതാവിൻ്റെ അതേ സ്വഭാവം. നമ്മളിപ്പോൾ തീത്തോസിൽ വായിച്ച പോലെ ഭോഷ്കില്ലാത്ത ദൈവമായിരുന്നു. അതാണ് സത്യമായിരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? യേശു വചനമായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനമായിട്ടാണ്. അപ്പൊ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും കള്ളമല്ല, എപ്പോഴും സത്യമേ ആകത്തുള്ളൂ. അത് ദൈവത്തിൻ്റെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ ആ യേശുവിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടതും എല്ലാം ഈ ഭൂമിയിൽ കാണുന്ന ദൃശ്യവും അദൃശ്യമായ എല്ലാത്തിൻ്റെയും കാരണം യേശുവാണ്. യേശുവിലൂടെയാണ് ദൈവം എല്ലാം ചെയ്തത്. അപ്പൊ യേശു സത്യത്തിന്റെ വെറും ജഡാവിഷ്കാരം മാത്രമല്ല, അവിടെ നിന്ന് സത്യം തന്നെ ആകുന്നു. സത്യം ഒരു ചിന്തയോ അല്ലെ വസ്തുതയോ നിർമ്മിതിയല്ല, സത്യം ഒരു വ്യക്തിയാണ്. സത്യം എന്താണെന്ന് ചോദിച്ചാൽ അത് യേശു തന്നെ. ആദ്യം മുതൽ ഉണ്ടായിരുന്നു, അവസാനം വരെ നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ സത്യമായ വചനം, അതാണ് യേശു. ആ യേശുവിലൂടെയാണ് എല്ലാം ലോകം സൃഷ്ടിക്കപ്പെട്ടത്. തൻ്റെ വചനത്താൽ എല്ലാം ഉളവായി എന്നാണ് സങ്കീർത്തനം 33 നമ്മൾ വായിക്കുന്നത്. തൻ്റെ വചനം യേശുവാണ്, യേശുവിലൂടെയാണ് ദൈവം എല്ലാം ഉളവാക്കിയത്. അപ്പോൾ യേശുവിൻ്റെ ആ സ്ഥാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ്. തൻ്റെ ലോകത്തിൻ്റെ സൃഷ്ടിയിലും ലോകത്തിൻ്റെ വീണ്ടെടുപ്പിലും എല്ലാത്തിലും രക്ഷയിലും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ സത്യമാണ് നമ്മുടെ വചനം ആയിട്ട്, ആ വചനമാണ് ജഡമായിട്ട് നമ്മുടെ ഇടയിൽ വന്നത്, സത്യവചനം. അപ്പോൾ സത്യത്തെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സൂര്യനോട് സദൃശ്യപ്പെടുത്താനാകും. കാരണം യേശു പറഞ്ഞാൽ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പോൾ ഈ ഇരുളെന്ന് പറയുമ്പോൾ കള്ളം ആണ്, അല്ലെങ്കിൽ ഭോഷ്കാണ് ഇരുളെന്ന് പറയുന്നത്. മനുഷ്യരെ കുരുടരാക്കുന്ന, കള്ളം പറഞ്ഞ് മനുഷ്യരെ കുരുടരാക്കുന്ന. നമുക്കറിയാം പിശാചിനെ കുറിച്ച് പറയുന്ന അവൻ എപ്പോഴും ഭോഷ്ക് പറയുന്നവനും ഭോഷ്കിൻ്റെ അപ്പനുമാകുന്നു എന്നാണ് അവനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ തുടക്കം തുടങ്ങി അപ്പൻ എന്ന് പറഞ്ഞാൽ ആരംഭം, ഭോഷ്കിൻ്റെ ആരംഭം അവനിൽ നിന്നാണ്. അവൻ തുടക്കം തുടങ്ങി അവൻ ഏദൻ തോട്ടത്തിൽ വന്നപ്പോഴും ആദ്യം ഔവയോട് വാതുറന്ന് പറയുന്നത് ഭോഷ്കാണ്, കള്ളമാണ്. ദൈവത്തെക്കുറിച്ച് നിങ്ങൾ മരിക്കയില്ല, ദൈവം പറഞ്ഞ സത്യത്തിന് വിപരീതമായിട്ട് പറയുകയാണ് ചെയ്തത്. അപ്പോൾ യേശു വന്നത് ആ എല്ലാ കള്ളങ്ങളെയും മാറ്റിക്കൊണ്ട് എല്ലാവർക്കും പ്രകാശം തരാനാണ്. ഇത്രയും നാളെ നിങ്ങൾ വിശ്വസിച്ചിരുന്നതെല്ലാം ശരിയായതല്ല, കള്ളങ്ങളാണ്. ഇതാണ് സത്യം, ഇതാണ് നിങ്ങളുടെ നിത്യജീവന് നിങ്ങളെ യോഗ്യരാക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു യേശു എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. യേശുവിൻ്റെ ഓരോ വചനങ്ങളും സത്യം തന്നെയാണ്. തിരുവെഴുത്തുകളും സത്യവും എന്ന അവസാനത്തെ ഭാഗത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ സുവിശേഷത്തിൽ മുഴുവനും യേശു എന്ന വഴിയും സത്യവും ജീവനും ആയവനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് യോഹന്നാൻ 5:30 എല്ലാ തിരുവെഴുത്തുകളിൽ ഒന്നാമത്തെ തുടങ്ങി നമുക്കറിയാം ആദ്യത്തെ 5 പുസ്തകങ്ങളും എഴുതിയത് മോശയാണ്. അതിലെല്ലാം കാണുന്ന യേശു ദൈവത്തിന്റെ സത്യം വെളിപ്പെടുത്താനായിട്ട് വന്നതാ. 5-ാം അധ്യായം 38 തുടങ്ങി 40 വരെ വായിക്കാം. അവന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവന്റെ രൂപം കണ്ടിട്ടില്ല. നിങ്ങൾ അവന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവന്റെ രൂപം കണ്ടിട്ടില്ല. അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല. അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് തിരുവെഴുത്തുകളെ നിങ്ങൾ ശോധന. ഇത് യഹൂദന്മാരോട് പറയണം. അവര് അന്നുണ്ടായിരുന്ന തിരുവെഴുത്തുകൾ എന്ന് പറഞ്ഞാൽ മോശയുടെ പുസ്തകങ്ങളും പ്രവചന പുസ്തകങ്ങളും എല്ലാം
അതിലെല്ലാം അതൊക്കെയാണ് ഇവർ ശോധന ചെയ്യുന്നത്. അവര് ഇത് മതി ഞങ്ങൾക്ക്, ഇതിൽ ഞങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് പറഞ്ഞാണ് അതിനെയെല്ലാം പരിശോധിക്കുന്നത്. അപ്പൊ യേശു പറയുന്ന അതെല്ലാം എന്നെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുക. 38-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. പിതാവ് അയച്ചവൻ യേശു ക്രിസ്തുവാണ്. എന്തിനാണ് യേശു വന്നത്? അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനായിട്ടാണ് അവർ വന്നത്. പക്ഷെ ആ യേശുവിനെ അവർക്ക് വേണ്ട, ഇത് മതി, ഈ പുസ്തകത്തിലെല്ലാം ഉണ്ട്, മോശയുടെ പുസ്തകത്തിലും പ്രവചനത്തിലും എല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് നിത്യജീവൻ കിട്ടുന്നതെല്ലാം ഇതിനകത്തുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതാണ് യേശു അവരോട് പറയുന്നത്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നല്ലോ, അതിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുല്ലോ. അവ എന്നെ കുറിച്ചാണ് പറയുന്നത്, പക്ഷേ എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. അപ്പൊ ആ യേശുവിനെ അംഗീകരിക്കാൻ അവർക്ക് മനസ്സിലാകും. തിരുവചനമൊക്കെ അവർ വായിക്കുന്നുണ്ട്, ഇത് മതി ഞങ്ങൾക്ക്, ഇതിനപ്പുറത്തൊന്നും വേണ്ട. പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന ആളെ അംഗീകരിക്കാനോ അയാളെ വിശ്വസിക്കാനോ അവർ തയ്യാറായില്ല. അതാണ് അവരുടെ പ്രശ്നം. നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഈ വ്യക്തിയുടെ അടുത്ത് തന്നെ പോകണം, യേശുവിൻ്റെ അടുത്ത് തന്നെ പോകണതാണ്. യേശു തന്റെ ശുശ്രൂഷയുടെ പ്രാധാന്യം വെളിപ്പെടുത്തും. ആദ്യം തന്നെ തിരുവെഴുത്തിനെ എടുത്തു കാണിക്കുന്നത് എന്തുകൊണ്ട് പ്രധാനം ആകുന്നു. നമുക്ക് വായിക്കാം. ലൂക്കോസ് 24:27. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും ഉള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഈ സംഭവം നമുക്കറിയാം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ അന്ന് സന്ധ്യ ആയപ്പോഴേക്കും 2 ശിഷ്യന്മാര് വൈകുന്നേരത്ത് യെരുശലേമിൽ നിന്ന് അവർ എമ്മാവൂസിലേക്ക് പോവുകയാണ്. അപ്പോൾ അവര് യേശുവിൻ്റെ മരണത്തെക്കുറിച്ചും അവനെ മഹാപുരോഹിതന്മാരെല്ലാവരും കൂടെ അവനെ ക്രൂശിച്ച കാര്യം എല്ലാം സംസാരിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് പോവാണ്. അപ്പോൾ യേശുവും അവരോട് കൂടെ നടന്ന് സംസാരിക്കുകയാണ്. അപ്പോഴാണ് അവർ പറയുന്നത്, എന്താണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറയാണ്, ഒരു നല്ല സമർത്ഥനായ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളുടെ മഹാപുരോഹിതന്മാരെ കൂടി അവനെ ക്രൂശിച്ചു, 3-ാമത്തെ ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു, ഇതൊക്കെ പറയണം. അങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ യേശു ഒന്നും അറിയാത്ത പോലെയാണ് അവരോട് ചോദിച്ചത്. അപ്പൊ അവർ പറഞ്ഞു, നീ ഇതുവരെ ബാക്കി ഈ വിദേശികളായിട്ട് ഇവിടെ വന്നതില്ല, നീ മാത്രം ഇതൊന്നും അറിഞ്ഞില്ലേ, ഇങ്ങനെ വലിയ സംഭവം നടക്കുന്നത്? അപ്പോഴാണ് യേശു ചോദിച്ചത്, എന്താണ് ഇവിടെ നടന്നത്? അപ്പൊ അവര് വിവരിച്ചു കൊടുക്കണം. അപ്പൊ അതിൽ അവരൊരു സങ്കടത്തോടെ ഒരു പറയുന്നുണ്ട്. 21-ാമത്തെ വാക്യം, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. ഓക്കെ. അപ്പൊ ഈ ശിഷ്യന്മാരും യേശുവിന്റെ കൂടെ നടന്നവരാണ്. 12 ശിഷ്യന്മാരിലുള്ളവരല്ല, അല്ലാതെയുള്ള അവരിത്രേ ഈ 3.5 വർഷം യേശുവിനോട് കൂടെ ഇരുന്നിട്ടും യേശുവിന്റെ ദൗത്യം എന്താണെന്ന് അവരപ്പോഴും തിരിച്ചറിഞ്ഞില്ല. അവരപ്പോഴും പറയുന്നത്, ഞങ്ങൾ വിചാരിച്ചിരുന്ന ഇവനാണ് ഇസ്രായേലിനെ വീണ്ടെടുക്കാൻ, റോമന്റെ അധീനതയിൽ നിന്ന് വീണ്ടെടുത്ത് ഞങ്ങൾക്ക് ഇസ്രായേൽ സ്വതന്ത്ര രാഷ്ട്രമാക്കി തീർക്കാൻ വന്ന ആളാണ് യേശു എന്ന് ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ അവൻ ഇങ്ങനെ ഒരു അവസാനം വന്നുപോയി എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെട്ടപ്പോഴെന്താ യേശു ചെയ്തത്? ഒരു ബൈബിൾ സ്റ്റഡി കൊടുക്കുകയാണ് ഇത്. എന്താണ്? മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും തന്നെ കുറിച്ച് എഴുതിയിരുന്ന എല്ലാവർക്കും വിവരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ യാത്രയിൽ മുഴുവനും യേശു ക്രിസ്തു അവരെ പഠിപ്പിക്കുകയായിരുന്നു. അതാണ് തിരുവെഴുത്തുകളുടെ പ്രാധാന്യം. തിരുവെഴുത്തുകളും സത്യവും എന്നുള്ള തലക്കെട്ടിൽ അത് എഴുതിയിരിക്കുന്നതിന്റെ കാരണം. ഇനി 2-3 വാക്യങ്ങളും കൂടെ നമുക്ക് വായിക്കാം. തിരുവെഴുത്തുകളിൽ ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മത്തായി 22-ാം അധ്യായം 31-ാമത്തെ വാക്യം വായിക്കാം. മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഓക്കെ. അപ്പൊ അതെല്ലാം നേരത്തെ എഴുതിയിട്ടുണ്ട്. പഴയ നിയമ പുസ്തകങ്ങളിൽ, പ്രവാചക പുസ്തകങ്ങളിലും മോശയുടെ പുസ്തകങ്ങളിലും എല്ലാം എഴുതിയിട്ടുണ്ട്. അതുപോലെ ലൂക്കോസ് 1:70 നമുക്ക് വായിക്കാം. ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്ത് നിന്ന് നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും
തൻ്റെ വിശുദ്ധ നിയമവും ഓർത്തതുകൊണ്ടും ആകുന്നു. ഓക്കെ, അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ വായിച്ചതെല്ലാം എവിടെയാണ്? ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ. വിശുദ്ധ പ്രവാചകന്മാരെല്ലാം യേശുവിനെ കുറിച്ചാണ് അരുളി ചെയ്തത്. യേശുവിലൂടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. അതേപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് വായിക്കുന്നുണ്ട്. പത്രോസ് ആ പെന്തക്കോസ്ത് നാളിലെ പ്രസംഗത്തിന്റെ സമയത്ത് അവരെല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞവരായിട്ട് പെന്തക്കോസ്ത് നാളിൽ പത്രോസ് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം പറഞ്ഞ തിരുവെഴുത്തിന് നിവൃത്തി വരുവാൻ ആവശ്യമായിരുന്നു. അപ്പൊ അതും പഴയ നിയമത്തെ കോട്ട് ചെയ്തുകൊണ്ട് പറയാണ്. അപ്പൊ നമ്മൾ ബൈബിള് നോക്കുമ്പോൾ ബൈബിൾ ഒരു സയന്റിഫിക് ബുക്ക് അല്ല കേട്ടോ, ഒരു ശാസ്ത്ര ബുക്കല്ല. എങ്ങനെയാണ് മനുഷ്യൻ ഒരു പിതാവിൽ നിന്നും മകനുണ്ടാകുന്നത്, പിതാവിന്റെ ജീൻ മകനിൽ പ്രവർത്തിക്കുന്ന എങ്ങനെ, ഇതൊന്നും വിവരിക്കുന്നതല്ല. സയൻസിന്റെ കാര്യങ്ങളല്ല അവിടെ വിവരിക്കുന്നത്. തലച്ചോറിന്റെ ശസ്ത്രക്രിയ എങ്ങനെയാണെന്നും അണുവിനെ എങ്ങനെ പേടിക്കാമെന്നും ഒന്നും ബൈബിൾ വിശദീകരിക്കുന്നില്ല. പക്ഷെ അതിലും അധികം നിർണായകമായ കാര്യമാണ് സാധിക്കുന്നത്. നമ്മുടെ അഖിലാണ്ടത്തിന് തന്നെ അർത്ഥമുളവാക്കുന്ന ഒരു പശ്ചാത്തലം അതൊരുക്കുന്നു. അത് വാതിൽ തുറക്കുന്ന താക്കോലാണ്, കാണുവാൻ സാധ്യമാക്കുന്ന വെളിച്ചമാണത്. അതില്ലെങ്കിൽ ദൈവം നിലനിൽക്കുന്നു എന്നതിൽ നാം ഇരുളിലാണ്. പ്രപഞ്ചത്തിൽ ദൈവത്തിന്റെ കർത്തവ്യം, നമ്മുടെ തന്നെ ഉത്ഭവം, ജീവിതത്തിന്റെ അർത്ഥം, നമ്മുടെ ഭാവി എന്നിവയിലൊക്കെ നാം ഇരുട്ടിൽ തപ്പേണ്ടി വരും. എന്തുകൊണ്ട്? വചനമില്ല എങ്കിൽ. അതിൻ്റെ എല്ലാം ഉത്തരം ഇവിടെയുണ്ട്. നാം എങ്ങനെ ഉണ്ടായത് ഈ ഭൂമിയിൽ നിന്നും, അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും, ദൈവം ആരാണെന്നും, ദൈവം ഈ ഭൂമിയിൽ എന്താണ് ചെയ്യുന്നതെന്നും എല്ലാം ഈ വചനത്തിൽ ഉണ്ട്. അത് ശരിയായിട്ട് ഗ്രഹിക്കാത്തവരാണ് ഇപ്പോൾ ലോകത്തിൽ ഒത്തിരി നിരീശ്വരവാദികൾ പറയുന്നത്. ഈയിടെ ഒരാൾ പറഞ്ഞു, എന്താണ് ഈ ഭൂമിയിലൊന്നും ചെയ്യാൻ പറ്റാത്ത ദൈവം സ്വർഗത്തിൽ എന്ത് വാഴിക്കുകയാണ് ചെയ്യുന്നത്? അത്ര മാത്രം അവര് ദൈവത്തെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അത് ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്, അന്ത്യകാലത്ത് ഇതുപോലുള്ള പരിഹാസികളൊക്കെ ഇഷ്ടം പോലെ വരുന്നു. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ദൈവത്തിൽ വിശ്വസിക്കുക, അവൻ്റെ പുത്രനിലും വിശ്വസിക്കുക. അതാണ് നമ്മളെ നിത്യരക്ഷയിലേക്ക് നയിക്കുന്നത്. അതിനാണ് ദൈവം തൻ്റെ തിരുവചനം നമുക്ക് നൽകിയിരിക്കുന്നത്. അത് നമ്മൾ പഠിച്ച് ഹൃദയസ്ഥമാക്കി അതിൽ വിശ്വാസം വളർത്തിയെടുക്കുക. അതാണ് ഏറ്റവും വലിയ, എന്ന് വെച്ചാൽ ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നമ്മളെപ്പോഴും ആയിരിക്കുക. എല്ലാം വ്യക്തമായിട്ട് വചനത്തിലുണ്ട്, എങ്ങനെയാണ് എല്ലാം ഉളവായതെന്നും എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. പക്ഷെ അവരെല്ലാം ചോദിക്കുന്നത് തെളിവാണ്, കണ്ടെത്തുന്ന തെളിവുകൾ. പക്ഷെ തെളിവ് ഇല്ലാത്ത എത്രയോ കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട്. തെളിവില്ലാത്ത കാര്യങ്ങൾ തന്നെ അവരും വിശ്വസിച്ചിരിക്കുന്നു. അവർക്കും അറിയത്തില്ല, മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായതിനായിട്ട് അവർക്ക് തെളിവില്ല. അവര് എന്തൊക്കെയോ അടയാളങ്ങൾ, അവിടെ ഇങ്ങനെ സംഭവിക്കുന്നു, ഇവിടെ ഇങ്ങനെ വാലുണ്ടായിരുന്നോ അതില്ലാതെ പോന്നു, ഇതെല്ലാം വെച്ച് അവർ ഊഹം പറയുന്നതാണ്. പക്ഷെ ദൈവത്തിന്റെ കാര്യം പറയുമ്പോൾ അതിന് തെളിവ് വേണം. ദൈവം എവിടെ? അങ്ങനെ ദൈവത്തെ പരിഹസിക്കുന്നവരായി തീരാതെ ദൈവത്തിന്റെ വചനം പഠിച്ച് അവനിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ പാഠം നമ്മൾ നിർത്തുവാണ്. നമുക്ക് മിസ്സായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, വീണ്ടും ഒരിക്കൽ കൂടി അവിടുത്തെ പാദപീഠത്തിൽ ഇരിപ്പാനും തിരുവചനങ്ങളെക്കുറിച്ച് ധ്യാനിപ്പാനും ഞങ്ങൾക്ക് നൽകിയതായ ഈ വിലയേറിയ സമയത്തിനായ സ്തോത്രം. ഈ പാഠം നല്ലതായിട്ട് പഠിപ്പിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ ദാസിയെ അവിടുന്ന് അനുഗ്രഹിച്ച കൃപയ്ക്കായ സ്തോത്രം. സ്വർഗീയമായിരിക്കുന്ന ജ്ഞാനത്താൽ അവിടെ നിറച്ചല്ലോ. ഈ പാഠം ശ്രദ്ധിക്കുന്നതായ ഏവരെയും ഈ പാഠം മനസ്സിലാക്കുവാൻ തക്കണം അവിടുത്തെ പരിശുദ്ധാത്മാവിന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് അയച്ച പുത്രനിൽ വിശ്വസിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ സഹായിക്കണമെന്ന് ഞങ്ങൾക്കായ ജീവനെ തന്ന അരുമരക്ഷേൻ്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാണ് സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.